Hi students, നമ്മൾ ചാപ്റ്റർ 10 കർവേച്ചർ ഓഫ് പ്ലെയിൻ കേർവ്സ് നോക്കിയതിൽ നിന്ന് ഈ നോട്ട്സിൽ കുറച്ചുകൂടി മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒന്നുകൂടി ഇതൊന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു തിയറം കൂടിയുണ്ട്, നമ്മളുടെ നോട്ടിൽ ആ തിയറം ഇല്ല. ഓക്കെ, അതായത് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് ചോദിച്ചാലും ഓർ എവറി പ്ലെയിൻ കർവ് ഹാസ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് ചോദിച്ചാലും നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാം. ഓക്കെ, അതിന് ഞാൻ നേരത്തെ നമ്മൾ നോക്കിയിരുന്നു എങ്ങനെയാണ് നമ്മൾ മെത്തേഡ് ഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മളുടെ പ്ലെയിൻ കേർവിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ എടുക്കുകയാണ്, എൻ ഓഫ് പി ഡെൽ എഫ് ഓഫ് പി ബൈ നോൺ ഡെൽ എഫ് ഓഫ് പി. ഓക്കെ, അതിൽ ഇവിടെ ഡെൽ എഫ് ഓഫ് ക്യൂ എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മളൊരു ഡെൽ എഫ് ഓഫ് ക്യൂ എടുക്കുന്നു. അതിൻ്റെ ഡെൽ എഫ് ഓഫ് ക്യൂ നിങ്ങൾക്കറിയാം, ക്യൂ കമ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ കോമ ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഓഫ് ക്യൂ വേണമെന്നില്ല. ഓക്കെ, എന്നിട്ട് അതിന് ഓർത്തോഗണലായിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് നമ്മൾ ഫൈൻ ചെയ്യുന്നു. ഓർത്തോഗണലായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഒരു കേർവ് ആണെങ്കിൽ ഇതായിരിക്കും ഡെൽ എഫ് ഓഫ് ക്യൂ. അപ്പോൾ ഇതിൻ്റെ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ ഓർത്തോഗണലായിട്ട് എടുക്കേണ്ടത് ഇവരെങ്ങനെ എടുക്കുന്നത് വെച്ചാൽ 90 ഡിഗ്രി ഓക്കെ നെഗറ്റീവായിട്ട്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട്, ക്ലോക്ക് വൈസ് ആയിട്ട് ഇതിന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ വെക്റ്റർ ഫീൽഡായിട്ട് എടുക്കുന്നത്. അതായത് 90 ഡിഗ്രി വരുമ്പോൾ ഇത്രയും റൊട്ടേറ്റ് ചെയ്യണം, -π/2, ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് -π/2. നമ്മൾക്കറിയാം π/2 പറയുമ്പോൾ ദിസ് വൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, -π/2 പറയുമ്പോൾ എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന -π/2 നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് വെക്റ്റർ ഫീൽഡായിട്ട് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു പോയിൻറ്റ് 1,0 ആണെങ്കിൽ അതിൽ -π/2 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും നമ്മൾക്ക്, ഇറ്റ് ഈസ് ഇവിടെ വരുമ്പോൾ 0,-1. ഓക്കെ, അപ്പോൾ ഇതിന്ന് നമ്മൾക്ക് എങ്ങനെയാണ് അത് കിട്ടുന്നത്, അതായത് ഈ 0ഉം 1ഉം എക്സ്ചേഞ്ച് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നിട്ട് സെക്കൻഡ് കോർഡിനേറ്റിൽ ഒരു മൈനസ് ഇടുക. അതേ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് ഓഫ് ക്യൂവിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ടുവും ഡോ എഫ് ബൈ ഡോ എക്സ് വണ്ണും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഡോ എഫ് ബൈ ഡോ എക്സ് വൺ, ദെൻ സെക്കൻഡ് കോർഡിനേറ്റിൽ ഒരു മൈനസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ. അങ്ങനെയാണ് നമ്മൾക്ക് ഈ എക്സ് ഓഫ് ക്യൂ കിട്ടുന്നത്. ഓക്കെ, സോ ഹിയർ ദാറ്റ് ഈസ് എവറി പ്ലെയിൻ കർവ് ഹാസ് എ ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു പ്ലെയിൻ കർവ് എടുക്കുന്നു, അതിൻ്റെ ഡെൽ എഫ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിന് റൊട്ടേറ്റ് ചെയ്ത് എക്സ് ഓഫ് ക്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഓർത്തോഗണലായിരിക്കണം എന്നുള്ളതും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ എക്സ് ഓഫ് ക്യൂ ഡോട്ട് ഡെൽ എഫ് ഓഫ് ക്യൂന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് വൺ മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് ടു കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ ക്യൂ വേണമെന്നില്ല, അത് കൺഫ്യൂസ് ആക്കരുത്. ഓക്കെ, നമ്മൾ ക്യൂ വെക്റ്റർ എടുക്കും, ഡോ എഫ് ബൈ ഡോ എക്സ് ടു എന്ന് എടുക്കും, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഓർത്തോഗണലാണ്. ഓക്കെ, അപ്പോൾ ഓർത്തോഗണലായിട്ടുള്ള ഒരു എക്സ് ഓഫ് ക്യൂ നമ്മൾ ഫൈൻ ചെയ്തു. ഓക്കെ, ഇത് ആക്ച്വലി ഡെൽ എഫ് ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ് പറയുന്നത് ഒരു ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഒരു കേർവ് ആണെങ്കിൽ ഡെൽ എഫ് നോർമൽ ആണെങ്കിൽ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നത് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ടെൻജൻറ്റ് ആയിരിക്കും. ഈ കേർവിൻ്റെ ടെൻജൻറ്റ് ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും, ദാറ്റ് ഈസ് എക്സ് ഓഫ് ക്യൂ പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് നമ്മൾ എന്താണ്, ആൽഫ കണ്ടുപിടിക്കണം. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു പാരാമീറ്റർ മാക്സിമൽ ഇൻറ്റഗ്രൽ കേർവ് ഓർ പാരാമീറ്ററൈസ്ഡ് കേർവ് ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്ക് ലോക്കൽ പാരാമീറ്ററൈസേഷൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, നമ്മളുടെ ആൽഫ റെഗുലർ ആയിരിക്കണം, ദാറ്റ് മീൻസ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ദെൻ ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് എവറി വാല്യൂ എന്നുള്ളതുണ്ട്. ദെൻ പി ബിലോങ്സ് ടു ഇമേജ് ആൽഫ, അതുകൊണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആൽഫ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ
x is a tangent vector field ആണ്. ഓൾസോ എക്സ് ഓഫ് ക്യൂ മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 0 ബിക്കോസ് ഡെൽ എഫ് ഓൾവേസ് നമ്മൾക്കറിയാം അത് നമ്മൾ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് എക്സ് ഓഫ് ക്യൂ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ആൻഡ് എക്സ് ഓഫ് ക്യൂ ഇസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഓറിയൻറ്റേഷൻ എൻ ബിക്കോസ് അതായത് എക്സ് ഓഫ് ക്യൂ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ് സംഭവം? ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് suppose the v1 v2 etc vn vectors are the basis v1 v2 etc vn are consistent എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? determinant v1 v2 etc vn with the orientation n is greater than 0 ആണെങ്കിൽ that is consistent, otherwise it is inconsistent. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ദറ്റ് ഈസ് സിസ്റ്റം ഓഫ് ഈക്വേഷൻ കൺസിസ്റ്റൻ്റ് എന്നുള്ളതിന് പ്രൂഫാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് നമ്മൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യുക? ദറ്റ് ഈസ് ദിസ് ബേസിസ് എക്സ് ഓഫ് ക്യൂ. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് എങ്ങനെ അറിയും? ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എക്സ് ഓഫ് ക്യൂയുടെ വെക്റ്റേഴ്സ്. ഓക്കെ, ദെൻ ദ ഓറിയൻറ്റേഷൻ എൻ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊണ്ടുവരണം. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ക്യൂ എന്തായിരിക്കും? എക്സ് ഓഫ് ക്യൂ പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ദറ്റ് ഈസ് ഇൻ്റർചേഞ്ച് ചെയ്ത വെക്റ്റേഴ്സ്. ദറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ടു മൈനസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ. ഓക്കെ, ദെൻ എൻ പറയുന്നത് എന്തായിരിക്കും? ഡെൽ എഫ് ബൈ നോം ഡെൽ എഫ് ആയിരിക്കും. ഡെൽ എഫ് എന്താണ് നമ്മൾക്കറിയാം. ഡെൽ എഫ് എന്താണ് നമ്മൾ എടുത്തിരുന്നത്? ക്യൂ കമ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ കമ ഡോ എഫ് ബൈ ഡോ എക്സ് ടു. സോ അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ബൈ നോം ഡെൽ എഫ് എന്ന് തന്നെ ഞാൻ എഴുതുകയാണ്. ഓക്കെ, ദെൻ അടുത്ത വെക്റ്റർ എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ എക്സ് ടു ബൈ നോം ഡെൽ എഫ്. ഇതാണ് നമ്മളുടെ ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. സോ യു വിൽ ഗെറ്റ് 1 ബൈ നോം ഡെൽ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ടു ദ ഹോൾ സ്ക്വയർ. ദെൻ മൈനസ് ഇവിടെ ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ബൈ നോം ഡെൽ എഫ് അവിടെയുണ്ട്. സോ ഞാനത് കോമൺ എടുത്തു. പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ കിട്ടും. ബിക്കോസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 ബൈ നോം ഡെൽ എഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ടു ഡോ എഫ് ബൈ ഡോ എക്സ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ടു ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? നമുക്ക് ഡെൽ എഫ് ഡോട്ട് ഡെൽ എഫ് എന്ന് എഴുതാമല്ലോ. ബിക്കോസ് ഡെൽ എഫ് ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ് വൺ കമ ഡോ എഫ് ബൈ ഡോ എക്സ് ടു. അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടുക. സോ ഡെൽ എഫ് ഡോട്ട് ഡെൽ എഫ്, ഡെൽ എഫ് ഡോട്ട് ഡെൽ എഫ് എന്താണ്? ആക്ച്വലി നോം ഡെൽ എഫ് സ്ക്വയർ. സോ വിച്ച് ഇസ് ഈക്വൽ ടു നോം ഡെൽ എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ നോം ഡെൽ എഫ്. സോ അപ്പോൾ ഒന്ന് ക്യാൻസൽ ആവും. സോ യു ആർ ഗെറ്റിംഗ് ഫൈനലി ഡിറ്റർമിനൻറ്റ് ഈസ് നത്തിങ് ബട്ട് നോം ഡെൽ എഫ്. ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 എന്നറിയാം. ദെൻ നോം ഓഫ് ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി 0 വരില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി greater than 0. Norm less than 0 ആവില്ല. So it will be greater than 0. So therefore the determinant is greater than 0 ആവുന്നത് കൊണ്ടാണ് this basis x of q is consistent എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് this x of q is consistent. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫ കണ്ടുപിടിക്കണം. സോ യു കൺസിഡർ എ മാക്സിമൽ ഇൻ്റർവൽ ആൽഫ which is passing through the point P of the vector field x. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കറിയാം മാക്സിമൽ ഇൻ്റർവൽ കർവ് എപ്പോഴാണ് നമ്മൾ പറയുക? ആൽഫ ഡോട്ട് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എക്സ് ഓഫ് ആൽഫ ഓഫ് ടി. അതൊരു മാക്സിമൽ ഇൻ്റർവൽ കർവ് ആണെങ്കിൽ ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ആൽഫ ഓഫ് ടി നമ്മൾക്കറിയാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഹിയർ എക്സ് ഓഫ് ക്യൂ, ദാറ്റ് മീൻസ് എക്സ് ഓഫ് ആൽഫ ഓഫ് ടി. ഓക്കെ, സോ ദാറ്റ് എക്സ് ഓഫ് ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്നറിയാം. അപ്പോൾ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്താണ്? നോട്ട് ഈക്വൽ ടു 0. ക്യൂ ആണ് ഇവിടെ ആൽഫ ഓഫ് ടി ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 മീൻസ് ആൽഫ ഡോട്ട് ഓഫ് ടി എന്താണ്? നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആൽഫ റെഗുലർ എന്നായില്ലേ? അപ്പോൾ നമ്മൾക്ക് ലോക്കൽ പാരാമീറ്ററൈസേഷൻ്റെ കർവ് ആൽഫ നോട്ട് ഈക്വൽ ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആൽഫ റെഗുലർ എന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ഇനിയൊന്ന് എക്സ് ഓഫ് ക്യൂ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എക്സ് ഓഫ് ആൽഫ ഓഫ് ടി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് നത്തിങ് ബട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി. സോ ആൽഫ ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതും പ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഫൈനലി പി ബിലോങ്സ് ടു ഇമേജ് ആൽഫ. ദാറ്റ് മീൻസ് നമ്മൾക്ക്
മാക്സിമൽ ഇൻ്റർവൽ കർവിൻ്റെ ആ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്ക്നെസ് തിയറം പഠിച്ചിട്ടുണ്ടാവും. അതിൽ എക്സിസ്റ്റൻസ് നമ്മളിങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ദർ എക്സിസ്റ്റ് ഇൻ്റർവൽ കർവ് ആൽഫ, പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ സച്ച് ദാറ്റ് ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി. Okay, for 0 belongs to I, alpha from I to C ആണ്. So 0 belongs to I ആണെങ്കിൽ alpha for some point alpha of 0 equal to P എന്ന് നമ്മൾക്കറിയാം. So that means we can say that alpha of T is equal to P for all T belongs to I. So that means P belongs to what? Image alpha. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് തേർഡ് കണ്ടീഷനും പ്രൂവ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് എ ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും. സോ ഇതാണ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ലോക്കൽ പാരാമീറ്ററൈസേഷൻ. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എഴുതേണ്ടി വരും. അതേപോലെ എവറി പ്ലെയിൻ കർവ് ഹാസ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് തിയറം, അത് തിയറമായിട്ട് എടുക്കാം. ഓക്കെ, ദറ്റ് ഈസ് റിമാർക്കാണ് എന്നെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ വേറെ തിയറംസ് എന്ന് പറയാനില്ല. സോ ദിസ് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ തിയറം ബിക്കോസ് അതിൻ്റെ പ്രൂഫായിട്ട് തന്നിട്ടുണ്ട്. സോ ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഓഫ് പ്ലെയിൻ കർവ്സ് ആർ യൂണീക്ക് അപ് ടു റീപാരാമീറ്ററൈസേഷൻ. അതായത് അതിൽ ലോക്കൽ പാരാമീറ്ററൈസേഷൻ നമ്മൾക്കറിയാം ദറ്റ് ഈസ് ആൽഫ ആണ്. സപ്പോസ് വി ആർ റീപാരാമീറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ദറ്റ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് അനദർ പാരാമീറ്ററൈസേഷൻ ബീറ്റ, ദെൻ ദിസ് വിൽ ബി യൂണീക്ക്. Under which condition means there exists a function h. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദറ്റ് ഈസ് that means given any reparameterization beta from I tilde to C of a segment of C containing P, there exists a smooth function h from I tilde to R, because h is a function to real numbers, mapped down to real numbers, with h dash of t greater than 0 for all t belongs to I, such that beta of t equal to alpha of h of t for all t belongs to I tilde, where alpha is the unit speed of local parameterization. Okay, അതാണ് നമ്മളുടെ തിയറം. ദാറ്റ് ഈസ് ഈ തിയറം നിങ്ങൾക്ക് ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഈസ് യൂണീക്ക് അപ് ടു റീപാരാമീറ്ററൈസേഷൻ ചോദിച്ചാലും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യണം. ദറ്റ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് അനദർ പാരാമീറ്ററൈസേഷൻ ബീറ്റ ഫ്രം I tilde to C, then there exists a unique function h from I tilde to R such that h dash of t greater than 0 and beta of t equal to alpha of h of t. That means beta is equal to alpha composite h. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ബീറ്റ is equal to alpha composite h, where alpha is unit speed local parameterization. ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മളിത് യൂണീക്ക് എന്ന് പ്രൂവ് ചെയ്യുന്നത്. Okay, so here the theorem goes on like that. See ഒരു oriented plane curve with orientation n എടുത്തു. ഓക്കെ, ദെൻ അപ്പോൾ അതിലൊരു പോയിൻറ്റ് പി എടുത്തു. ലെറ്റ് പി ബിലോങ്സ് ടു സി. ദെൻ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വെക്റ്റർ ഫീൽഡ് കണ്ടുപിടിക്കുക? അതിന് -π/2 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട്. സോ let x be the unit tangent vector field obtained from n by rotating it through -π/2 radians. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. ദെൻ ലെറ്റ് ആൽഫ ബി ദ മാക്സിമൽ ഇൻ്റർവൽ കർവ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫ പാരാമീറ്ററൈസേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീപാരാമീറ്ററൈസേഷൻ ബീറ്റ യൂണീക്ക് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആൽഫ പാരാമീറ്ററൈസേഷൻ ആണെങ്കിൽ അവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട്? അതായത് അവിടെ ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ട്, അത് നമ്മൾ എടുക്കുന്നു എക്സ് ആയിട്ട്. എക്സ് ബി ദ യൂണിറ്റ് ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡ്. അത് എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾക്ക് ഈ ഓറിയൻറ്റേഷൻ എന്നിനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. സോ ദാറ്റ് ദർ ഈസ് എ മാക്സിമം ഇൻ്റർവൽ ആൽഫ. ഇതെല്ലാം നമ്മൾ ലോക്കൽ പാരാമീറ്ററൈസേഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് കിട്ടുകയാണ്. ഓക്കെ, സോ ആൽഫ ബി ദ മാക്സിമം ഇൻ്റർവൽ കർവ് ഓഫ് എക്സ്. ഓക്കെ, that means alpha from I to C is a parameterization of C at P. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആൽഫ is a parameterization of C at P. അതിന് വേണ്ട കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, this is given. Okay, so alpha this is given. Then we have to assume that beta from I tilde to C is another parameterization of C at P. Okay,
അപ്പോൾ അനദർ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത് ആ പാരാമീറ്ററൈസേഷൻ്റെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് മീൻസ് ബീറ്റ ഓഫ് ഡി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, ബിക്കോസ് ബീറ്റ ഇസ് റെഗുലർ ആയിരിക്കും. ദെൻ ഫോർ ടി നോട്ട് ബിലോങ്സ് ടു ഐ ടിൽ ഡേ ബീറ്റ ഓഫ് ടി നോട്ട് ഈക്വൽ ടു പി ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് മാക്സിമൽ ഇൻ്റർവൽ കർവ്. ദെൻ we are going to claim that there exists a monotone increasing function h such that beta is equal to alpha composite h with beta dot of t not equal to 0 and beta dot of t പറയുന്നത് ഏതിലായിരിക്കും, ടെൻജൻറ്റ് സ്പേസ് ആയിരിക്കും. ടെൻജൻറ്റ് സ്പേസ് നമ്മൾ ഇവിടെ സി പി, ദാറ്റ് മീൻസ് നോർമലി സർഫസിൽ ടെൻജൻറ്റ് സ്പേസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത, ഇറ്റ് ഈസ് എസ് പി എന്ന് പറയും. ഇവിടെ നമ്മൾ എസിനെയാണ് കർവ് സി ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ, സി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് സി എന്നാണ് നമ്മൾ എടുത്തിരുന്നത്. സോ ഇറ്റ് ഈസ് സി പി. സോ ഈ പോയിൻറ്റ് പി എന്നുള്ളത് ബീറ്റ ഓഫ് ടി ആയതുകൊണ്ട് സി ബീറ്റ ഓഫ് ടി എന്ന് എടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, സോ അപ്പം നമ്മൾ എന്താ ക്ലെയിം ചെയ്യാൻ പോകുന്നത്, ദർ എക്സ് മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ഡാഷ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലേ, അങ്ങനെയുള്ള ഫങ്ഷൻസാണ് മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ സി ബീറ്റ ഓഫ് ടി ഇതിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് സി ബീറ്റ ഓഫ് ടി എന്തായിരിക്കും, 1 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്. ദറ്റ് മീൻസ് നമ്മൾക്കറിയാം, ദറ്റ് ഈസ് ഇവിടെ നമ്മൾ സി പ്ലെയിൻ കർവ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇൻ R2 ആണ്. ഓക്കെ, നമ്മൾക്കറിയാം എസ് പറയുന്നത് R⁻n+1 ആണെങ്കിൽ അതിൻ്റെ ടെൻജൻറ്റ് സ്പേസ് ഒരു ഡയമെൻഷനിൽ കുറവായിരിക്കും, R⁻n-ലായിരിക്കും. അതേപോലെ ഇവിടെ സി പ്ലെയിൻ കർവ് R2 ആയതുകൊണ്ട് അതിൻ്റെ ടെൻജൻറ്റ് പറയുന്നത്, ഓക്കെ, ടെൻജൻറ്റ് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡയമെൻഷൻ കുറവായിരിക്കും, ദറ്റ് ഈസ് ഇൻ ആറിലായിരിക്കും. ആറ് പറയുമ്പോൾ 1 ഡയമെൻഷൻ, 1 ഡയമെൻഷനിൽ അതിൻ്റെ ബേസിസ് പറയുന്നതായിരിക്കും സിംഗിൾ എലിമെൻ്റ് ആയിരിക്കും, ദറ്റ് ഈസ് സിംഗിൾട്ടൺ ബീറ്റ ഡോട്ട് ഓഫ് ടി. അതാണ് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ സിംഗിൾട്ടൺ ആൽഫ ഡോട്ട് ഓഫ് ടി ഇസ് എ ബേസിസ്, എന്നിട്ട് ബേസിസ് ഓഫ് ദ ടെൻജൻറ്റ് സ്പേസ്, ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അപ്പോൾ ഇവിടെ സി ബീറ്റ് ഓഫ് ടി പറയുന്നത് ടെൻജൻറ്റ് സ്പേസ് ആണ്. സോ ഈസ് എ 1 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആൻഡ് അപ്പോൾ അതിൻ്റെ ബേസിസ് പറയുന്നത് എന്തായിരിക്കും, സിംഗിൾട്ടൺ ബീറ്റ ഡോട്ട് ഓഫ് ടി ആയിരിക്കും. ഇറ്റ്സ് ഫോം എ ബേസിസ് ഫോർ സി ബീറ്റ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ബീറ്റ് ഓഫ് ടി ഏതിലുണ്ടാവും, സി ബീറ്റ് ഓഫ് ടി, ബിക്കോസ് ഇറ്റ് ഈസ് എ ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡ്. സോ എക്സ് ഓഫ് ബീറ്റ് ഓഫ് ടി ഈക്വൽ ടു കെ ഡാഷ് ബീറ്റ ഡോട്ട് ഓഫ് ടി, ബിക്കോസ് അതായത് നമ്മൾക്കറിയാം ദറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് എക്സ് ഫ്രം ദറ്റ് ഈസ് എക്സ് ഈസ് ഫ്രം വട്ട് ഈസ് സി പി ടു സി പി. അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് പി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇറ്റ്സ് മാപ്പിംഗ് ഓൺ ടു ദ സെയിം എലിമെൻറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കെ സം കോൺസ്റ്റൻറ്റ് ഇൻ ടു പി നമ്മൾക്ക് എടുക്കാം. ഓക്കെ, അതേപോലെയാണ് ഇവിടെ എക്സ് പറയുന്നത് സി ബീറ്റ, പീന് പകരം ബീറ്റ് ഓഫ് ടി ടു സി ബീറ്റ് ഓഫ് ടി. സോ എക്സ് ഓഫ് ബീറ്റ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഇൻ ടു ദാറ്റ് കോൺസ്റ്റൻറ്റ് ദേ ആർ ടേക്കിംഗ് ഇറ്റ് ഇസ് കെ ഡാഷ് ഇൻ ടു പി. ഓക്കെ, sorry, that is here C beat of t is a 1 dimensional vector space, and so singleton beat of dot of t forms a basis for C beat of t. But C beat of t ulla elements പറയുന്നത് ഏതാ, x beat of t. Okay, x beat of t ആണ് C beat of t ഉള്ള elements. But it is a 1 dimensional vector space and it has a basis beta of t എന്ന് പറയുമ്പോൾ we can write x beat of t is a linear combination of beta dot of t. So we can write x of beta of t equal to some constant into beta dot of t, that is k dash. From that we can write beta dot of t equal to beta dot of t is equal to 1 by k dash into x of beta of t. Okay, so 1 by k dash we are taking it as k. So we have got beta dot of t is equal to k into x beta of t. Okay, but what is x of beta of t? X പറയുന്നത് യൂണിറ്റ് ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡാണ്. ഓക്കെ, സോ ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് സപ്പോസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇഫ് എ ഈസ് ഈക്വൽ ടു കെ ബി വേർ ബി ഈസ് എ യൂണിറ്റ് ടെൻജൻറ്റ് വെക്റ്റർ ഫീൽഡ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എ ഡോട്ട് ബി ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് ബി എടുക്കുമ്പോൾ എങ്ങനെ എഴുതും,
എ ഡോട്ട് ബി ഈക്വൽ ടു കെ ഇൻറ്റു ബി ഡോട്ട് ബി എന്ന് വരും അല്ലേ. ബി ഡോട്ട് ബി എന്താ നോം ബി സ്ക്വയർ, ബി ഈസ് എ യൂണിറ്റ് വെക്റ്റർ ആയതുകൊണ്ട് നോം ബി ഈസ് 1. സോ യു വിൽ ഗെറ്റ് എ ഡോട്ട് ബി ഈക്വൽ ടു കെ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കെന് പകരം നമ്മൾക്ക് ഇവിടെ എ ഈക്വൽ ടു കെ ബിയിൽ കെന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ ഡോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിന് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടതില്ല. ഓക്കെ, directly we can find that if you are taking norm on both sides, okay, beta dot of t ൽ norm എടുക്കുകയാണെങ്കിൽ what will you get, norm beta dot of t equal to modulus k into norm x of beta of t, right? But x is a unit tangent vector field, so norm x എന്തായിരിക്കും 1 ആയിരിക്കും. So modulus k is a constants, a positive number, so k is equal to എന്തെടുക്കാം, നോം ബീറ്റ ഡോട്ട് ഓഫ് ടി എന്ന് വരും. ഓക്കെ, ബിക്കോസ് നോം എക്സ് ഈക്വൽ ടു 1 ആയതുകൊണ്ട്. അപ്പോൾ കെന് അപ്പോൾ നോം ബീറ്റ ഡോട്ട് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി. അപ്പോൾ ഇവിടെ ബോത്ത് സൈഡ്സ് നോം എടുത്താൽ മതി, നോം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. Okay, now we are going to define h of t. So we are finding ഒരു ഫംഗ്ഷൻ നമ്മൾക്ക് മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ h വേണം. അപ്പോൾ h of t ഡിഫൈൻ ചെയ്തിട്ട് ഇത് മോണോട്ടോൺ ഇൻക്രീസിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വി ക്യാൻ ചൂസ് ദിസ് h of t. സോ h of t നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇൻറ്റഗ്രൽ t നോട്ട് ടു t നോം ബീറ്റ ഡോട്ട് ഓഫ് ടീന് പകരം ടൗ എടുത്തു, ഡി ടൗ. ഓക്കെ, ഡമ്മി വേരിയബിൾ ടൗ, where t naught is such that beta of t naught equal to p, that we will know. So h of t naught അപ്പോൾ എന്തായിരിക്കും, h of t naught, h of tയിൽ h of t naught ഇടുമ്പോൾ t naught to t naught 0 ആവും. അപ്പോൾ h of t naught 0 ആൻഡ് h dash of t എന്തായിരിക്കും, ഇതിൻ്റെ ഡെറിവേറ്റീവ് h dash of t എടുക്കുമ്പോൾ what will you get, ഇൻറ്ററേഷൻ ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് നോം ബീറ്റ ഡോട്ട് ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, സോ നോം ബീറ്റ ഡോട്ട് ടി എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്, ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ h ഡാഷ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ h ഓഫ് ടി എന്തായിരിക്കും, മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. സോ വി ഒബ്റ്റെയിൻ എ മോണോട്ടോൺ ഇൻക്രീസിങ് സ്മൂത്ത് ഫംഗ്ഷൻ h ഫ്രം i till day to r which sends t naught to 0. Okay, because h of t naught is 0, so it sends t naught to 0. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്, ബീറ്റ ഇനി നമ്മൾ അടുത്ത എന്താ പ്രൂവ് ചെയ്യേണ്ടത് വെച്ചാൽ ആൽഫ ഈക്വൽ ടു beta is equal to alpha composite h എന്ന് പ്രൂഫ് ചെയ്യണം. ബട്ട് വി ആർ കൺസിഡറിങ് ബീറ്റ കോമ്പോസിറ്റ് h ഇൻവേഴ്സ്. ഓക്കെ, സോ ബീറ്റ കോമ്പോസിറ്റ് h ഇൻവേഴ്സ് ഓഫ് t എന്തായിരിക്കും, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും, ബീറ്റ കോമ്പോസിറ്റ് h ഇൻവേഴ്സ്, ഇവിടെ ഡോട്ട് ഉണ്ട്, ഡോട്ട് ഓഫ് t എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം എന്താണ്, എഫ് കോമ്പോസിറ്റ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോട്ട് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എഫ് ഓഫ് ജി ഓഫ് ടി ഡോട്ട് പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് ടി ഇൻ ഡോട്ട് പ്രോഡക്റ്റ് ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി, റൈറ്റ്? ദാറ്റ് മീൻസ് എഫ് ഡോട്ട് ഓഫ് ജി ഓഫ് ടി ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി, അതായത് ചെയിൻ റൂളാണ്. സോ അതേ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ബീറ്റ ദറ്റ് ഈസ് ബീറ്റ കോമ്പോസിറ്റ് h ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ബീറ്റ ഓഫ് h ഇൻവേഴ്സ് ഓഫ് ടി ഡോട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ബീറ്റ ഡോട്ട് ഓഫ് h ഇൻവേഴ്സ് ഓഫ് ടി ഇൻ ടു h ഇൻവേഴ്സ് ഓഫ് ടി ഡാഷ്. ഓക്കെ, ചെയിൻ റൂൾ. ബട്ട് വി നോ ദാറ്റ് h കോമ്പോസിറ്റ്, അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ h കോമ്പോസിറ്റ് h ഇൻവേഴ്സ് i ആണെങ്കിൽ h കോമ്പോസിറ്റ് h ഇൻവേഴ്സ് ഓഫ് t എന്തായിരിക്കും, ഇറ്റ് ഈസ് t. ഓക്കെ, ബോത്ത് സൈഡ്സ് വി ആർ ടേക്കിംഗ് t. സോ h കോമ്പോസിറ്റ് h ഇൻവേഴ്സ് ഡാഷ് ഓഫ് t എന്തായിരിക്കും, ഇതിൻ്റെ ഡെറിവേറ്റീവ് പറയുന്നത് റൈറ്റ് സൈഡ് t ആയതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദറ്റ് ഈസ് h ഓഫ് h ഇൻവേഴ്സ് ഡാഷ് ഓഫ് t, h ഓഫ് h ഇൻവേഴ്സ് ഡാഷ് ഓഫ് t, അതാണ് ഇവിടെ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതും, h ഡാഷ് ഓഫ് h ഇൻവേഴ്സ് ഓഫ് t ഇൻറ്റു h ഇൻവേഴ്സ് ഡാഷ് ഓഫ് ടി, റൈറ്റ്? ആദ്യം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, h ഡാഷ്. ഓക്കെ, h ഡാഷ് ഓഫ് h ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു h ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് h ഇൻവേഴ്സ് ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ,
അപ്പോൾ എച്ച് ഇൻവേഴ്സ് ഡാഷ് എന്ത് കിട്ടി 1/h ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എച്ച് ഇൻവേഴ്സ് ഡാഷ് ഓഫ് ടി അപ്പോൾ എന്താണ് 1/h ഓഫ് h ഡാഷ് ഓഫ് 1/h ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഓക്കെ, ഞാൻ ബാക്കിലാണ് പോകാം. സോ അപ്പോൾ നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്തായിരിക്കുന്നത്? ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ബൈ എച്ച് ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. അതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ബൈ എച്ച് ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. ഓക്കെ, ബട്ട് വി നോ ദാറ്റ് ബീറ്റ ഡോട്ട് ഓഫ് ടി എന്താണ് നമ്മൾക്ക് നേരത്തെ കിട്ടിയിരുന്നത്? നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ബി ഓഫ് ടി. ഓക്കെ, ബട്ട് എച്ച് ഡാഷ് ഓഫ് ടി എന്താണ്? നോം ബീറ്റ ഡോട്ട് ഓഫ് ടി. അപ്പോൾ ബീറ്റ ഡോട്ട് ഓഫ് ടി ഈസ് നത്തിങ് ബട്ട് എച്ച് ഡാഷ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി. ഓക്കെ, ബിക്കോസ് എച്ച് ഓഫ് ടീൻ്റെ ഡെഫിനിഷനിൽ എച്ച് ഡാഷ് ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. എച്ച് ഡാഷ് ഓഫ് ടി എന്തായിരുന്നു? നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ആയിരുന്നു. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബീറ്റ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി. അപ്പോൾ എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ത് കിട്ടി? ബീറ്റ ഡോട്ട് ഓഫ് ടി ബൈ എച്ച് ഡാഷ് ഓഫ് ടി. സി, ഇത് രണ്ടും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ടീന് പകരം എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻ ടു ദിസ്? എക്സ് ഓഫ് ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽ ടു ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ബൈ എച്ച് ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ ബീറ്റ ഡോട്ട് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ബൈ എച്ച് ഡാഷ് ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമുക്ക് എക്സ് ഓഫ് ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദെയർഫോർ വി ആർ ഗെറ്റിംഗ് ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് ഇസ് ആൻ ഇൻറ്ററൽ കർവ് ഓഫ് എക്സ്. ബിക്കോസ് നമ്മൾക്കറിയാം ഇൻറ്ററൽ കർവ് ആണെങ്കിലാണ് ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ഓഫ് ആൽഫ ഓഫ് ടി എന്ന് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആൽഫ ഇൻറ്ററൽ കർവ് ആണ്. അപ്പോൾ അതേ സ്ഥാനത്ത് ഇവിടെ എക്സ് ഓഫ് ആൽഫ ടിക്ക് പകരം ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ആണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് സോ ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി. സോ ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ബീറ്റ ഓഫ് എച്ച് ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഡോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്? ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഇസ് ഇൻറ്ററൽ കർവ് ഓഫ് എക്സ് എന്ന് കിട്ടി. സോ ഓൾസോ ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? ബീറ്റ ഓഫ് എച്ച് ഇൻവേഴ്സ് ഓഫ് 0, എച്ച് ഇൻവേഴ്സ് ഓഫ് 0 ഇസ് എച്ച് ടി നോട്ട്. ബിക്കോസ് നമ്മൾ എച്ച് ഓഫ് ടി നോട്ട് എന്ത് കിട്ടി? 0 എന്ന് കിട്ടിയിരുന്നു. സോ എച്ച് ഇൻവേഴ്സ് ഓഫ് 0 ടി നോട്ട്സ്. ബട്ട് ബീറ്റ ഓഫ് ടി നോട്ട് എന്താ? പി. ബിക്കോസ് ബീറ്റ നമ്മൾ ലോക്കൽ പാരാമീറ്ററൈസേഷൻ എടുത്തിരുന്നു. അപ്പോൾ ബീറ്റ ഓഫ് ടി നോട്ട് എന്താണ്? പി. അപ്പോൾ ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് ഓഫ് 0 എന്ത് കിട്ടി? പി എന്നും കിട്ടി. അപ്പോൾ ഇൻറ്ററൽ കർവ് ആണെങ്കിൽ ഇതും കൂടി നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. സോ ബീറ്റ ആൽഫ ഓഫ് 0 ഈക്വൽ ടു പി ആണല്ലോ. സോ ബൈ എക്സിസ്റ്റൻസ് ആൻഡ് യൂണീക്നെസ് തിയറത്തിൽ ആൽഫ ബീറ്റ ഇസ് അനദർ ഇൻറ്ററൽ കർവ് വിത്ത് ബീറ്റ ഓഫ് 0 ഈക്വൽ ടു പി ആണെങ്കിൽ ഇത് രണ്ടും യൂണീക്കാണെന്ന് നമ്മൾ പറയും. എക്സിസ്റ്റൻറ്റ് യൂണീക്നെസ് ഓഫ് മാക്സിമൽ ഇൻറ്ററൽ കർവ് ഉണ്ട്. സോ അതേപോലെ ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് ഇൻറ്ററൽ കർവ് എന്നായി വിത്ത് ബീറ്റ കോമ്പോസിറ്റ് എച്ച് ഇൻവേഴ്സ് ഓഫ് 0 എന്താണ്? പി എന്ന് കിട്ടി. Okay, so this is an integral curve now. Alpha, since alpha is the maximal integral curve of x through p, then beta composite h inverse contained in what? I. Also beta composite, that is beta composite h inverse of 0 equal to p ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. It is beta composite h inverse of t equal to alpha of t for all t in the domain of beta composite h inverse of t. Okay, so this is true for beta composite h inverse of t equal to p for every t belongs to I tilde. Okay, so അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടി? By the uniqueness of maximal integral curve, this beta composite h inverse of t equal to alpha of t എന്ന് കിട്ടി. That means we have beta composite h inverse equal to alpha ആണ്. That means we can write beta equal to alpha composite h. So അങ്ങനെ നമ്മൾക്ക് that is true for every t. So beta of t equal to alpha composite h of t. Hence the reparameterization are unique up to reparameterization. അപ്പോൾ reparameterization beta എടുത്തിട്ട് അത് ആൽഫാന് ഈക്വൽ ആണ് with reference to the monotonic increasing function h. Okay, അത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. So this is another theorem, so you must know that.